ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് ബാക്കിലത്തെ ഇതിൽ നിന്ന് കാണിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ സർ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ ടെർമിനസിലാണ്. സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് അഥവാ SMVTയിലാണ് നമ്മൾ നിൽക്കുന്നത്. SMVTയിൽ നിന്നും ഒരു പുത്തൻ യാത്രയാണ് തുടങ്ങുന്നത്. എങ്ങോട്ടാണ് യാത്ര എന്നായിരിക്കും അടുത്ത ചോദ്യം. എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളത്തിലേക്കാണ് യാത്ര, പക്ഷേ നാട്ടിലേക്കല്ല. നമ്മൾ ആക്ച്വലി കേരളത്തിലേക്ക് പോകുന്നൊരു ഓൾട്ടർനേറ്റീവ് ട്രെയിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് 17235 SMVT നാഗർകോയിൽ എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. ഈ കേരളത്തിലേക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ട്രെയിൻ വിളിക്കാനുള്ള കാരണം 17235 നാഗർകോയിൽ എക്സ്പ്രസ് നാഗർകോയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നാഗർകോയിൽ കൊച്ചുവേളി, അതായത് തിരുവനന്തപുരം നോർത്തിലേക്കുള്ള പാസഞ്ചറായിട്ട് ഉടനെ തന്നെ യാത്ര തുടരും. അപ്പോൾ നമ്മൾ ഈ നാഗർകോയിൽ വരെ ഈ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നമുക്ക് ഈ ട്രെയിനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കേരളത്തിലേക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ട്രെയിൻ എന്ന് പറഞ്ഞത്. ഈ ട്രെയിൻ നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ 1-2 പ്രാവശ്യം കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രെയിൻ തന്നെ ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വെച്ചത്. പിന്നെ അത് മാത്രമല്ല SMVT ടെർമിനസിൻ്റെ ഇന്നത്തെ അവസ്ഥയും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വെച്ചു. കാര്യം ഈ ടെർമിനസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് AC ഒന്നും വർക്കിംഗ് ഒന്നും ആയിരുന്നില്ല. ഇന്ന് കുറച്ചും കൂടി ശോകമായിട്ടുണ്ട്. ഇവിടെ റൂഫൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, പല സ്ഥലത്തും റൂഫിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ പുതിയതായിട്ടൊരു റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷവും ഒക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ പുതിയ റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് ഫംഗ്ഷനിലാണ്. ഇതൊരു പഴയ AC 3 ടയർ കോച്ചാണെന്ന് തോന്നുന്നത്. റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് ഫംഗ്ഷനിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റിൽ നിന്ന് ആൾക്കാർ ഭക്ഷണം മേടിച്ച് അവിടെ പോയി കഴിക്കുന്നുണ്ട്. അതല്ലാണ്ട് വേറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എനിക്കെന്തെല്ലാം വിശക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും കഴിക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ റൂഫിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. അകത്തും ഇതുപോലെ വർക്ക് നടക്കുന്നുണ്ട്. റൂഫിൻ്റെ പാനൽസ് എനിക്ക് ഇളകി വന്ന് റീപ്ലേസ് ചെയ്യാൻ തോന്നുന്നു. ഒരു ക്രെയിൻ കൊണ്ടുവന്ന് ഇതേപോലെ വർക്ക് അകത്ത് നടക്കുന്നുണ്ട്. ഇത് പുറത്താണ്. ഇവിടെ എന്തൊരു പുതിയ എൻജിൻ്റെ മോഡലും മറ്റുമൊക്കെ ഉണ്ടാക്കി അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പണി നടക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് അതൊരു പുതിയ സെൽഫി സ്പോട്ട് പോലെ കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഈ കാണുന്നത് ഈ ബിൽഡിംഗ് ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഏറെക്കുറെ ഇങ്ങനെ ഉണ്ടാവും. ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഒരു ഡിസൈനാണിത്. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനായിട്ടാണ് ഇവർ പണിതിരിക്കുന്നത്. ഇത് ടെർമിനൽ ബിൽഡിംഗ് മാത്രമാണ് ഇങ്ങനെ. ഉള്ളിലോട്ടൊരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെയാണ്. പക്ഷേ എന്നാലും പ്ലാറ്റ്ഫോംസ് ഒക്കെ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു ഐ ലവ് ബാംഗ്ലൂർ ഒരു സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട്. ഒരു എൻഡ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എൻഡിൽ BMTCയുടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. BMTCയുടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മെജസ്റ്റിക്കിലോട്ട് 300 MB എന്ന് പറഞ്ഞ ബസ് നമ്പർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മെജസ്റ്റിക്കിലോട്ട്, ഇത് കെമ്പേഗൗഡ ബസ് സ്റ്റേഷൻ, സിറ്റി ബസ് സ്റ്റാൻഡ്, സിറ്റി റെയിൽവേ സ്റ്റേഷനിലോട്ട്, അതായത് KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ബസ്സുകൾ പോകുന്നുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ഗ്യാപ്പിട്ട് ബസ്സുകൾ പോകുന്നുണ്ട്. അതുപോലെ സിൽക്ക് ബോർഡ് മടിവാള സൈഡിലോട്ടും ബസ്സുകൾ പോകുന്നുണ്ട്. പിന്നെ ആ കാണുന്നത് 306 KRപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. കൃഷ്ണരാജപുരം യശ്വന്ത്പുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഫ്രീക്വൻ്റായിട്ട് ബസ്സുകൾ ഇവിടുന്ന് ഓടുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റേ എൻഡിൽ നിന്നുള്ള ദൃശ്യം. അത് ബസ് സ്റ്റാൻഡ് എൻഡിൽ നിന്നുള്ള വിഷ്വൽസ് ഇതാണ്. ബസ് സ്റ്റാൻഡ് ഇത് ഇവിടെ ആക്ച്വലി നല്ല തിരക്ക് ഇപ്പോൾ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് ഹൗറയിൽ നിന്നുള്ള ദുരന്തോ എക്സ്പ്രസ് വന്നിട്ട് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ തിരക്കൊക്കെ പുറത്തു വന്ന് ഇതുവരെ തിരക്ക് ഡിസിപ്പേറ്റ് ആയിട്ടില്ല. ആ തിരക്ക് ഇപ്പോഴും പല ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ബസ്സുകാരൊക്കെ നല്ല തിരക്കിലാണ്. അതുകൊണ്ടാണ് തിരക്ക് കാണുന്നത്. യശ്വന്ത്പൂരിലേക്കുള്ള വണ്ടിയുണ്ട്. മജസ്റ്റിക് ബസ് പുറകെ നിൽക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ബസ് 300 ഈ ശിവാജിനഗറിലേക്ക് പോകാനാണ് നിൽക്കുന്നത്. ബസ്സുകളുണ്ട്. പുറത്തെത്തി കഴിഞ്ഞാൽ ഫ്രീക്വൻ്റായിട്ട് ബസ്സുകളുണ്ട്. ഓട്ടോറിക്ഷ പിടിക്കേണ്ട ആവശ്യമില്ല. ബസ് പിടിച്ച് ഒന്ന് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഓട്ടോ ടാക്സി വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭകരം. അപ്പോൾ പിന്നെ നമുക്കിന്ന് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് പോകാം. റെയിൽവേ സ്റ്റേഷന് ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ശരിക്കും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എക്സിറ്റ് ഗേറ്റ് ഇപ്പോൾ തൽക്കാലം ക്ലോസ്ഡ് ആണ്. കാര്യം അവിടുത്തെ റൂഫ് വർക്ക് നടക്കുന്നുണ്ട്. എക്സിറ്റ് ഗേറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ തൽക്കാലം എല്ലാം എൻട്രി ഗേറ്റ് വഴി തന്നെയാണ്. നമുക്കന്ന് ഉള്ളിലേക്ക് പോകാം. അവിടെ ഇപ്പോൾ ഒരു മറ്റേ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയായിട്ടൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ജനൌഷധി കേന്ദ്രൻ്റെ ഇവിടെ. ഇതാണ് എക്സിറ്റ് ഗേറ്റുകൾ. എക്സിറ്റ് ഗേറ്റുകൾ ഒരെണ്ണം തുറന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. 2 ക്ലോസ് അല്ല, ഒരെണ്ണം തുറന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് 2 എൻട്രി ഗേറ്റുകളുണ്ട്. നമുക്ക് എൻട്രി ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറാം. ഇത് എയർ കണ്ടീഷൻഡ് ടെർമിനൽ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് സെൻസർ ബേസ്ഡ് ഗേറ്റുകളാണ്. മെറ്റൽ ഡിറ്റക്ടറുണ്ട്. സെൻസർ ബേസ്ഡ് ഗേറ്റുകൾ. ഗേറ്റ് തുറക്കും, അങ്ങനെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം.
ബിൽഡിങ്ങിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂഫ് വർക്ക് നടക്കുക. റൂഫ് വർക്ക് നടന്നുകൊണ്ട് അതിൻ്റെ പോർഷൻസ് അടഞ്ഞ് കിടക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഏരിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പോലീസുകാർ എടുക്കരുതെന്ന് പറഞ്ഞു. ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഏരിയയും അവിടുത്തെ എൻട്രൻസ് വെയിറ്റിംഗ് ഹാളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് കോർട്ടും അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെയാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ പ്ലാറ്റ്ഫോംസിലേക്ക് പോകുന്നത്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് കുറച്ച് വെള്ളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോയേക്കാം. ഇതാണ് ടെർമിനൽ ബിൽഡിങ്ങിന് മുകളിലോട്ട് വരാനുള്ള സ്റ്റെയർ കേസുകളും അതുപോലെ എസ്കലേറ്റേഴ്സും ലിഫ്റ്റുകളൊക്കെയാണ്. ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള എയർ കോൺകോഴ്സ്. നല്ല വീതിയുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ്, അടിപൊളിയാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്നാണ് പോകാമെന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 4 പോകാം. ഈ സ്റ്റേഷനിൽ മൊത്തം 7 പ്ലാറ്റ്ഫോമാണുള്ളത്. ഏറ്റവും അറ്റത്താണ് പ്ലാറ്റ്ഫോം 7. നമ്മുടെ ട്രെയിൻ പോകുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്നാണ്. 4 നമ്മൾ റേക്ക് ഓൾറെഡി കിടക്കുന്നുണ്ട്. നമുക്ക് നേരെ എന്നാൽ 4 പോകാം. 4 പോകുന്നതിന് നമുക്ക് അറ്റത്ത് വിടുമ്പോൾ ഈ യാർഡ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടിങ് വരാം. നമുക്ക് എന്തായാലും സമയമുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 4 വഴി. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള 5 ആണ്. 5 കണ്ണൂർ SMVT മുരുടേശ്വറിൻ്റെ റേക്കും റൈറ്റ് സൈഡിൽ നമുക്ക് പോകുന്ന ട്രെയിനിൻ്റെ റേക്കും കിടപ്പുണ്ട്. അതിൽ കാക്കിനാട ടൗൺ SMVT ബംഗളൂരു നാഗർകോവിൽ കൊച്ചുവേളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്ര സത്യം പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ തീരുമാനിച്ചൊരു യാത്രയാണ്. കാര്യം ഈ വീക്കെൻഡ് ഞാൻ ശരിക്കും റെസ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്യണമെന്ന്. ഈ വീക്കെൻഡ് വീട്ടിൽ തന്നെ ഇരിക്കാം, എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാമെന്നായിരുന്നു. പിന്നീട് വിചാരിച്ചു ശരി നമുക്ക് കാര്യമായിട്ട് കണ്ടന്റ് നമ്മുടെ പ്ലാറ്റ്ഫോം 7 വരുന്നില്ല, അതുകൊണ്ട് എന്നാൽ ശരി ഒരു ട്രിപ്പ് അടിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ റിക്വസ്റ്റ് വന്ന ട്രെയിനുകളൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു ട്രെയിൻ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തത്കാലിനാണ് ടിക്കറ്റ് എടുത്തത്, ഇന്നലെ പ്രീമിയം തത്കാലിനാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടിയത് B5 B5 ബർത്ത് നമ്പർ 10 കിട്ടിയത്, മിഡിൽ ബർത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് B5. ഇതാണ് വണ്ടി, കാക്കിനാട ടൗൺ SMVT ബംഗളൂരു നാഗർകോവിൽ ജംഗ്ഷൻ കൊച്ചുവേളി B5. അപ്പോൾ നമ്മുടെ ചാർട്ട് പ്രിപ്പയർഡ് മെസ്സേജിൽ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ്, യുവർ ടിക്കറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ്. നമ്മുടെ സീറ്റ് മാറി HA1 2AC സീറ്റ് നമ്പർ 18 മാറി നമ്മൾ. അപ്പോൾ നമുക്കൊരു 2 കോച്ചും കൂടെ അപ്പുറത്തേക്ക് പോകാം. നമുക്ക് HA1 പോകാം. നമ്മുടെ ഇന്നത്തെ യാത്ര HA1 സെക്കൻഡ് AC പോർഷനിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് HA1 AC ഫസ്റ്റ് കം AC 2 tier 177026C സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ HA1. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് 18 എന്ന് പറയുമ്പോൾ സൈഡ് അപ്പർ ബർത്താണ്. സൈഡ് അപ്പർ എനിക്ക് AC 2 tier സൈഡ് അപ്പർ എന്ന് പറയാൻ വെറുക്കുന്ന ബർത്താണ്. കുഴപ്പമില്ല, എന്തെങ്കിലും അവിടെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. നമുക്കത് ഫ്രണ്ട് ഇപ്പോൾ നമ്മുടെ ലോക്ക് ഏതാ നോക്കാം. ലോക്ക് ഓൾറെഡി കപ്പിളായി കിടക്കുന്നുണ്ട്, അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ്. ശേഷാദ്രി എക്സ്പ്രസിൻ്റെ റേക്കാണിത്. കാക്കിനാട ടൗൺ SMVT ബംഗളൂരു ശേഷാദ്രി എക്സ്പ്രസിൻ്റെ റേക്കാണ്. പിന്നീട് SMVT ബംഗളൂരു നാഗർകോവിലായിട്ടും നാഗർകോവിൽ കൊച്ചുവേളിയായിട്ടും പോകുന്നു. ലോക്കോ ക്രൂ എത്തിയിട്ടുണ്ട്, അവരിപ്പോൾ ലോക്കോ ടേൺ ഓൺ ചെയ്യും മിക്കവാറും. നമുക്ക് പോയി ലോക്കോ ഒന്ന് നോക്കിയേക്കാം. കണ്ടിട്ട് വിജയവാഡ ഷെഡിൻ്റെ ലോക്കോ എന്ന് തോന്നുന്നുണ്ട്, റെഡിൻ്റെ ഒരു ടിൻറ്റ് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കിയേക്കാം. വിജയവാഡ ഷെഡിൻ്റെ അല്ല, അരക്കോണം ഷെഡിൻ്റെ ലോക്കോ ആയിരുന്നു. അരക്കോണം ഷെഡിൻ്റെ WAP 722727 ആണ് നമ്മുടെ ലോക്കോ. ലോക്കോ ജസ്റ്റ് ചാർജ് എടുത്തു, ലോക്കോ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുന്നു. ലോക്കോ പൈലറ്റ് വന്നിട്ട് ജസ്റ്റ് ടേൺ ഓൺ ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ സമയം 4:16. ഇനി 1 മണിക്കൂർ കഷ്ടിച്ച് 59 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡിപ്പാർട്ട് ചെയ്യാൻ. നമുക്ക് നമ്മുടെ കോച്ചിനോട് പുറത്ത് വെയിറ്റ് ചെയ്യാം. കോച്ച് തുറന്ന് നമുക്ക് അകത്ത് കയറി ലഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് അകത്തിരിക്കാം. സമയം ഇപ്പോൾ 5:14. സ്റ്റാർട്ടർ ഇതുവരെ ആയിട്ടില്ല, സ്റ്റാർട്ടർ ഇപ്പം റെഡാണ്. സ്റ്റാർട്ടർ ഇപ്പോൾ ആയാലേ കറക്റ്റ് 5:15 ഇവിടെ നിന്ന് പുറപ്പെടാൻ കഴിയുള്ളൂ. എന്തായാലും ആയിട്ടില്ല ഇതുവരെ. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയം ഇപ്പോൾ 5:16. ഇപ്പോഴാണ് സ്റ്റാർട്ടർ ആയത്. സ്റ്റാർട്ടർ ജസ്റ്റായി, മഞ്ഞായിട്ടുണ്ട്. ഒരു വീട്ടിൽ സമയം 17:17. 5:17, 2 മിനിറ്റ് ലേറ്റാണ്.
ഈ കിടക്കുന്നത് കണ്ണൂർ, ഇന്ന് കണ്ണൂർകളാണ് ഇത് മുരുടേശ്വരം ആയിരിക്കും മിക്കവാറും. 39276 കൃഷ്ണരാജപുരത്തിൻ്റെ വാബ് 7. അവിടെ പിറ്റ് ലൈനിലൊരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. അത് ഇന്ന് കൽബുർഗിയിൽ നിന്ന് വന്ന വന്ദേ ഭാരതാണ്. നാളെ ഇനി അത് പോകും തിരിച്ച് കൽബുർഗിയിലേക്ക്. 2 റേക്ക് ഉപയോഗിച്ചാണ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ. അപ്പം നമ്മൾ ജസ്റ്റ് സർ എം വിശ്വേശ്വരയ്യ ടെർമിനസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. മീൻവയൽ ഇപ്പോഴത്തെ സൈഡിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ടുവേർഡ്സ് മെജസ്റ്റിക്ക് പോകുന്ന ലൈനാണ്. ടുവേർഡ്സ് KSR ബംഗളൂരു പോകുന്ന ലൈനാണ്. നിലവിൽ ഇതുവഴി 2 ട്രെയിനുകളാണുള്ളത്. ഒന്ന് നമ്മുടെ മുരുടേശ്വർ എക്സ്പ്രസ്സും പിന്നൊരു മൈസൂർ സ്പെഷ്യലുണ്ട് രാത്രി പോകുന്നതും. അപ്പോൾ ആ കാണുന്നതാണ് മെയിൻ ലൈന്. KSR ബംഗളൂരു സൈഡിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻ. ഈ വീഡിയോയിൽ ആക്ച്വലി ഒരുപാടൊന്നും കാണിക്കാൻ പറ്റില്ല. കാര്യം നമ്മളിവിടുന്ന് കയറി ഹൊസൂർ ലൈനോട്ട് കയറി അധികം താമസിച്ച് ഇരുട്ടും. പിന്നെ നാളെ നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം തിരുനെൽവേലി വഴി വള്ളിയൂരിനടുത്ത് എത്താറാവും. അവിടെ മുതൽ അങ്ങോട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. പിന്നെ നാഗർകോവിൽ മുതൽ ട്രിവാൻഡ്രം നോർത്ത് കൊച്ചുവേളി വരെയുള്ള വിഷ്വൽസാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങും, ട്രിവാൻഡ്രം നോർത്ത് ഇറങ്ങുമെന്ന് ഇതൊരു തീരുമാനമായിട്ടില്ല. അതിനെ തീരുമാനിക്കാനുണ്ട്. അപ്പോൾ എവിടെ ഇറങ്ങുകയാണെങ്കിലും അങ്ങോട്ട് അവിടെ വരെയുള്ള വിഷ്വൽസാണ് ഈ ഒരു വീഡിയോയിൽ വരാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ലൈൻ നേരെ ബയ്യപ്പുറയിൽ പ്ലാറ്റ്ഫോം ലൈനിലേക്ക് കയറുന്നത്. പിന്നെ അവിടുന്ന് വേണം അത് മെയിൻ ലൈനിലേക്ക് കിടക്കാൻ. മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ആയിരുന്നു അത്. ദാറ്റ് വാസ് എൻ്റർടൈനിങ്. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ ഒരെണ്ണം വരുന്നത്. ഈ കാണുന്നതാണ് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ മുകളിലുള്ളത്. താഴെയുള്ളത് ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷൻ. സിഗ്നൽ റെഡാണ്. പിന്നെ കൊച്ചുവേളി എക്സ്പ്രസ് ഒന്ന് മെയിൻ ലൈനിൽ ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്താൽ അവർക്ക് നമുക്ക് മെയിൻ ലൈൻ ക്രോസ് ചെയ്യാനുള്ള നമുക്ക് തരാൻ പറ്റുള്ളൂ. ഇനി ഓപ്പോസിറ്റ് ലൈനിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോയെന്നും അറിയില്ല.
നമ്മൾ ജസ്റ്റ് ബൈപ്രാണിൽ നിർത്തിയിട്ട് വിടുകയാണ്. നമ്മളിനി ആ കയറ്റാൻ കയറണം. നമ്മളിനി റാമ്പ് കയറി ടുവേർഡ്സ് ഹൊസൂർ ലൈനിലേക്ക് കയറും. ആ ഹൊസൂർ ലൈൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം ഇൻറ്റർസിറ്റിക്ക് പോയപ്പോൾ കാണിച്ചായിരുന്നു. അടുത്ത ഡബ്ലിംഗ് അപ്ഡേറ്റ്സ് ഇന്ന് ഇരുട്ടാവുന്നിടത്തോളം വരെയുള്ള ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു നമുക്കൊരു കാർമേൽ റാം വരെയൊക്കെ കിട്ടും തോന്നുന്നു. കാര്യം ഇപ്പോൾ തന്നെ പെട്ടെന്ന് സൺസെറ്റ് ആവുന്നുണ്ട്. വിൻ്റർ അവറായല്ലോ. എവിടെയുള്ള വർക്ക് ഇതൊക്കെയാണ്. ഇവിടെ ലാൻഡ് ലെവലിങ് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് പ്ലാറ്റ്ഫോമിൻ്റെ വർക്കാന്ന് തോന്നി കാണുന്നത്. നമ്മൾ ജസ്റ്റ് ലൈനുകൾ ക്രോസ് ചെയ്ത് ഹൊസൂർ ലൈനിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാൻ പോകുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ നിന്ന് വരുന്ന മെയിൻ ലൈനിലാണ്. ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ അപ്പ് ലൈനാണ്, ചെന്നൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഡൗൺ ലൈനാണ്. നമ്മുടെ ഈ ട്രെയിനിന് സ്റ്റോപ്പൊന്നുമില്ല. നമ്മുടെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് ഡയറക്റ്റ്ലി ഹൊസൂരാണ്. പിന്നെ കാർമേലറൊന്നും സ്റ്റോപ്പില്ല. ക്വാഡ്രൂപ്ലിങ്ങിന് അത്യാവശ്യം വേഗം പണി നടക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടതിൽ കൂടുതൽ പണി നടന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് റാമ്പ് കയറി തുടങ്ങി. ഈ കാണുന്നതെല്ലാം ക്വാഡ്രൂപ്ലിങ്ങിൻ്റെ വർക്കാട്ടോ. ആ റീറ്റൈനിങ് വാളും അവിടെ ലാൻഡ് ലെവലിങ് കാണുന്നതൊക്കെ ക്വാഡ്രൂപ്ലിങ്ങിൻ്റെ വർക്കാണ്. പിന്നെ താഴെ റെയിൽവേ ലൈൻ പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന കാണാം. അത് ടുവേർഡ്സ് ചന്നസാന്ദ്ര പോകുന്ന ലൈനാണിത്. നമ്മൾ ടുവേർഡ്സ് ഹൊസൂർ തിരികെയാണ്. ആ മുകളിൽ കൂടെ, പാലത്തിന് മുകളിൽ കൂടെ വരുന്ന റെയിൽവേ ലൈന് യശ്വന്ത്പൂരിൽ നിന്ന് വരുന്ന ലൈനാണ്. അതാണ് ശരിക്കുള്ള മെയിൻ ലൈൻ. യശ്വന്ത്പൂർ സേലമാണ് മെയിൻ ലൈൻ. അവിടെ കാണുന്ന മഞ്ഞ ബിൽഡിങ്ങാണ് ഓക്സിലറി പാനൽ ക്യാബിൻ. അവിടെ ഒരു പോയിൻറ്റ്സ് വുമൺ നിന്ന് കൊടി കാണിക്കുന്നത് കാണാം. അവരാണ് ഈ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ലൈൻ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ യശ്വന്ത്പൂർ സേലം ലൈനിൻ്റെ ഡബിളിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ കാണാം. ഞാൻ വളരെ പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോകാം. റൈറ്റ് സൈഡിലും കുറച്ച് പണി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് പൊളിച്ചുകളയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ കറങ്ങി വരുന്നത് കാണാം. നല്ല ഷാർപ്പ് കർവാണ്. 15 km/h സ്പീഡ് റെസ്ട്രിക്ഷനുള്ള ഒരു കർവാണ്. ഈ കാണുന്ന പാലം എന്ന് പറയുന്നത് മെട്രോ പാലമാണ്. മുകളിൽ ട്രെയിൻ പോകുന്നത് കാണാം. അതുകൂടാതെ താഴെ ഒരു വയഡക്റ്റിന് വർക്ക് നടക്കുന്നത് കാണാം. അതും മെട്രോണിൻ്റെയാണ്, ബ്ലൂ ലൈൻ്റെയാണ്. ഇവിടെ ഈ ലാൻഡ് ലെവലിംഗ് കാണുന്നത് ഡബിളിംഗ് വർക്കിൻ്റെയാണ്. ഇത് യശ്വന്ത്പൂർ സേലം ലൈൻ ഡബിളിങ്ങിൻ്റെ വർക്കാണ്. ഇത് ഓൾഡ് മദ്രാസ് റോഡാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്രത്തോളം നമുക്ക് ഡേ ലൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. കിട്ടുന്നിടത്തോളം നമുക്ക് കവർ ചെയ്യാം. ഇപ്പുറത്തെ സൈഡിലും കുറേ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ യശ്വന്ത്പൂർ സേലം ലൈൻ, യശ്വന്ത്പൂർ ഭാഗത്തേക്ക് ഒരു ഡബിൾ ലൈൻ, അതുപോലെ
KSR ബംഗളൂരു സൈഡിലോട്ട് ഒരു ഡബിൾ ലൈൻ വരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും ബ്രോഡായിട്ടാണ് ഇവിടെ അലൈൻമെൻറ്റ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ബേലന്തൂർ റോഡ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മൾ മാരത്തഹള്ളി എത്തുന്നതിന് മുമ്പുള്ളൊരു ടാങ്കാണ്, ഒരു ലേക്കാണ്. നല്ലൊരു ഓറഞ്ച് സൺസെറ്റ്. അതായത് ഇന്നത്തേക്ക് എത്രയൊക്കെ നിനക്ക് പിടിക്കാൻ തരുള്ളൂ എന്നാണ് സൂര്യഭഗവാൻ നമ്മളോട് പറയുന്നത്. നമുക്കിനി കാര്യമായിട്ട് സ്കോപ്പൊന്നുമില്ല, അധികം നേരമൊന്നും നമുക്കിനി കിട്ടില്ല. ഔട്ടർ റിംഗ് റോഡാണ്. ബേലന്തൂർ റോഡൊക്കെയാണ്. ഇവിടെ കുറച്ച് ലെവലിങ് അപ്പുറത്തെ സൈഡ് ചെയ്തിട്ടുണ്ട്, വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. ബേലന്തൂർ റോഡ് സ്റ്റേഷൻ. നമ്മൾ ഹീലലിഗ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. ഹീലലിഗ സ്റ്റേഷനിൽ നമുക്കൊരു ക്രോസിംഗ് ഉണ്ടോ എന്നൊരു സംശയം. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ഹെഡ് ലൈറ്റ് കാണുന്ന പോലെ ഉണ്ട്. അതിന് ഈ സിഗ്നൽ ലൈറ്റ്, മറ്റേ ഷണ്ട് സിഗ്നൽ ഈ സ്റ്റേഷനിലൊന്നും ഉണ്ടാകാൻ സാധ്യത. ഹെഡ് ലൈറ്റ് ഒന്നും കാണുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ട്രെയിൻ ഇങ്ങനെ പോയിൻറ്റ്സ് പകുതി കടന്നങ്ങ് നിന്നു. ഇവിടെ കണ്ട ലൈറ്റ് ട്രെയിനും ക്രോസിംഗൊന്നും അല്ല, സ്റ്റേഷനിലെ ലൈറ്റായിരുന്നത്. നമ്മുടെ സിഗ്നൽസൊക്കെ പച്ചയാണ്, സ്റ്റാർട്ടർ, അഡ്വാൻസ്ഡ് എല്ലാം പച്ചയാണ്.
ജസ്റ്റ് ഹീലലിംഗ സ്റ്റേഷനിലെത്താണ്. ഇവിടെ നമ്മുടെ സിഗ്നൽ റെഡാണ്. നമ്മൾ മെയിൻ ലൈനിലാണ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പല്ല, അൺഷെഡ്യൂൾഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു. ഇത് ഈ കാണുന്ന പഴയ കെട്ടിടമാണ് ഇവിടുത്തെ പഴയ സ്റ്റേഷൻ കെട്ടിടം. നമ്മൾ കുറച്ച് നേരത്തെ കണ്ടായിരുന്നു പുതിയ ബിൽഡിംഗ്. ഇതാണ് ഓൾഡ് ബിൽഡിംഗ്. ഇത് മീറ്റർ ഗേജ് കാലത്ത് മുതലുള്ള ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി കൊതുക്. ഈ നിൽക്കുന്ന ഗ്യാപ്പിൽ തന്നെ നല്ല കൊതുകടി കിട്ടുന്നുണ്ട്. ഇവിടുന്ന് വിടുമ്പോൾ തന്നെ ഉള്ളിലോട്ട് പോകണം. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും പിടിക്കാനില്ലല്ലോ, ഇരുട്ടായി കഴിഞ്ഞു. യശ്വന്ത്പൂരിലേക്കുള്ള മെമോ ആണ് കയറി വരുന്നത്. ഐസി ഫിൽട്ടാന്ന് തോന്നുന്നു. സോറി, ബെമൽ ബെൽറ്റാണ്. ഐസി ബിൽറ്റ് ആണെങ്കിൽ എപ്പോഴും മുകളിൽ റൂഫ് മൗണ്ട് ഹെഡ് ലാമ്പ് വരുള്ളൂ. അപ്പം മെമു വന്നു. ഉടനെ നമ്മളപ്പോൾ പുറപ്പെടുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഇരുട്ടായി. ഇനിയിപ്പോൾ നമുക്കെന്നാൽ ഹൊസൂർ എത്തുമ്പോൾ പറ്റുകയാണെങ്കിൽ കാണാം. കാര്യം എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല. മിക്കവാറും ഞാൻ ഉറങ്ങിപ്പോവും. നമ്മളിത് ജസ്റ്റ് ഹൊസൂർ സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇവിടുന്ന് ഒരുപാട് പേര് ട്രെയിനിലോട്ട് കയറാനുണ്ട്. മീൻവൈൽ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്ന അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് നേരം പോസ്റ്റ് ആക്കിയായിരുന്നു. അപ്പോൾ അതാ എറണാകുളം ഇൻ്റർസിറ്റി ജസ്റ്റ് കയറി വരുന്നുണ്ട്. എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി 12678. ഞാനൊരു ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം ഇവിടെ ചപ്പാത്തി മാത്രമൊന്നുമില്ല. ചപ്പാത്തി എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഐറ്റമാണ്. ഞാൻ ഡിന്നർ കഴിക്കുന്നില്ലെന്ന് വെച്ചു. ഞാൻ വൈകുന്നേരം സമോസയും അതൊക്കെ തിന്നു. ഇപ്പോൾ കിടന്ന് ഉറങ്ങിയേക്കാം. ഹൊസൂർ വിടുന്നതോടുകൂടി ഞാൻ കിടന്ന് ഉറങ്ങും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ നേരം എടുത്തിട്ട് കാണാം. ഈ റോഡിൻ്റെ ഒരു വാപ്പ് 4 ആയിരുന്നു. നമ്പർ നോക്കാൻ പറ്റിയില്ല.
സി ചെയർ ഫുള്ളായിരുന്നു ഇന്ന്. ഒട്ടും വെളിച്ചമില്ല നമ്മൾ നിർത്തിയ സ്ഥലത്ത്. പുറകിലോട്ട് പിന്നെ കുറച്ച് വെളിച്ചമുള്ളത്. അപ്പം നമ്മളങ്ങനെ ഹൊസൂരിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 6:51. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വിഷ്വൽസ് തീരുകയാണ്. ഇനി നമുക്ക് നാളെ രാവിലെ നേരം വെളുക്കുന്നിടം മുതൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ തിരുനെൽവേലി എത്തുമ്പോഴേക്കും ഉണരുകയാണെങ്കിൽ തിരുനെൽവേലി നമ്മൾ കവർ ചെയ്യാം. കാര്യം ഇപ്പോൾ 7 മണിക്കാകുമ്പോഴേക്കും ഞാൻ ഉറങ്ങും. എന്തായാലും നമ്മൾ തിരുനെൽവേലിക്ക് എത്തുമ്പോഴേക്കും ഉണരും. അവിടെ മുതൽ നമുക്ക് കവർ ചെയ്യാം. എന്തായാലും നമുക്ക് നേരം വെളുക്കുന്നിടം മുതൽ കവർ ചെയ്യാം. പിന്നെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം മുതലുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മൾ ജസ്റ്റ് തിരുനെൽവേലി കഴിഞ്ഞ് വള്ളിയൂരിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഹൊസൂർ വിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മൾ ജസ്റ്റ് വള്ളിയൂർ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. വണ്ടി പുറപ്പെടുകയായി. കാരണം സിഗ്നലൊക്കെ പച്ചയാണ്. അവിടെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് കൊടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. സ്റ്റേഷനിലോട്ട് കയറിയപ്പോൾ ഞാൻ അകത്തായിരുന്നു. നമ്മളങ്ങനെ വള്ളിയൂരിൽ നിന്ന് പുറത്തിറങ്ങുന്നു. നമ്മുടെ ഈ ട്രെയിനിൽ അപ്പർ ബർത്ത് കിട്ടിയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ വിൻഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും കാണില്ല. നമ്മളങ്ങ് ഉറങ്ങി അത് പറ്റിപ്പോയത്. ഞാൻ 5:45 ഒരു അലാമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 5:45 അലാം അടിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ അലാം ഓഫ് ചെയ്ത് ഒന്ന് കണ്ണ് ചിമ്മിയതാണ്. പിന്നെ ഉണരുമ്പോൾ 6:15 ആയി. അതാണ് സംഭവിച്ചു പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരുനെൽവേലി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. മുംബൈ CSMT എക്സ്പ്രസ് ആയിരുന്നു പോയത്. നമ്മളിപ്പോൾ വള്ളിയൂർ കഴിഞ്ഞ് നമ്മൾ ഏകദേശം അരൽവായ്മൊഴി പ്രദേശത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാഗർകോവിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഹൈലൈറ്റായ വിൻഡ് മിൽസ് ആണ് കാണുന്നത്. നമ്മളിപ്പോൾ അരൽവായ്മൊഴി സ്റ്റേഷനെത്തി. ഇനി അടുത്തത് നാഗർകോവിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് നാഗർകോവിലോട്ടുള്ള ഫാസ്റ്റസ്റ്റ് ട്രെയിനാണിത്. ബാംഗ്ലൂർ നാഗർകോവിലിൽ 14.5 മണിക്കൂർ മതിയാണ്. പക്ഷേ ട്രെയിനിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് SMET എന്നാണ് പുറപ്പെടുന്നത്. എന്നൊരു മേജർ ഡ്രോബാക്കാണ്. SMET വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ നഗരത്തിൽ വരവിടെയും സ്റ്റോപ്പില്ല. പിന്നെ കാർമേൽതമെങ്കിലും ഒരു സ്റ്റോപ്പ് കൊടുക്കാമായിരുന്നു. അതുപോലെ ബയ്യപ്പൻഹള്ളിയിൽ നിന്നൊരു സ്റ്റോപ്പ് കൊടുക്കാമായിരുന്നു. കാര്യം SMET നിന്ന് ഇറങ്ങി വരുന്ന വണ്ടിക്ക് ബയ്യപ്പൻഹള്ളി സ്റ്റോപ്പ് ഇടുന്ന മെട്രോണെങ്കിൽ ആൾക്കാർക്ക് എത്താനായിരുന്നു. SMETയിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബസ് സർവീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി. അതൊരു വലിയ ഡ്രോബാക്കാണ്. കണക്ടിവിറ്റി വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 14 മണിക്കൂർ മതിന് ബാംഗ്ലൂർ 14.5 മണിക്കൂർ 15 മണിക്കൂർ എന്ന് പിടിച്ചോളും ബാംഗ്ലൂരിൽ നിന്ന് നാഗർകോവിലെത്തി. അതുകൊണ്ട് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണിത്. അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് മധുരൈ ഭാഗത്തോട്ടൊക്കെയുള്ള മറ്റൊരു ഡെയിലി ട്രെയിനാണിത്. മധുരയിലോട്ടുള്ള പിന്നെയുള്ളൊരു ഡെയിലി ട്രെയിൻ എന്ന് പറയുന്നത് ടൂട്ടിക്കോറൻ എക്സ്പ്രസ് ആണ്. അതിനാണ് ആൾക്കാർ ഇപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം അത് ബാംഗ്ലൂരിൽ നിന്ന് രാത്രിയായിട്ട് പുറപ്പെടുന്നത്. ഇത് വൈകുന്നേരം 5:15 പുറപ്പെടും. പിന്നെ ടൈമിംഗ് ഒരു ബുദ്ധിമുട്ടാണ്. ഈ 5:15 ടൈമിങ് 5:15 എന്ന് പറയുന്ന ടൈമിങ്ങും SMET എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് രണ്ട് നെഗറ്റീവ് ഫാക്ടേഴ്സ്. കാരണം ഈ ട്രെയിന് പോപ്പുലാരിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവെന്നേ പറയുള്ളൂ. ഐലൻഡ് എക്സ്പ്രസ് ഓൺ കമ്പാരിസൺ ഐലൻഡ് എക്സ്പ്രസ് 17 മണിക്കൂറിനടുത്ത് 17 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നുണ്ട് ബാംഗ്ലൂർ നാഗർകോവിൽ വഴിയിൽ. കാര്യം ഐലൻഡ് എക്സ്പ്രസ് കേരളത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പാസഞ്ചർ ട്രെയിൻ പോലെയാണ്, എല്ലാ സ്ഥലത്തും നിർത്തിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നാഗർകോവിലിന് തൊട്ടുമുള്ള കുളം എത്തിയിരിക്കുകയാണ്. നമ്മൾ ബൈപ്പാസ് ലൈനിലോട്ട് കയറിയിട്ട് പിന്നെ ടുവേർഡ്സ് നാഗർകോവിൽ തിരികെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വർക്കുകൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടുത്തെ ഡബിളിങ് വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെയൊക്കെ പാലം പണി നടക്കുന്നുള്ളൂ. ഈ പാലം കംപ്ലീറ്റ് ആയിട്ട് ഈ പാലത്തിന് മുകളിൽ കൂടെ വേണം ശരിക്കും നമ്മൾ പോകാൻ. ഈ പാലത്തിന് മുകളിൽ കൂടെ പോയിട്ട് വേണം നമ്മൾ ഈ പഴയാറിന് കുറുകെയുള്ള പുതിയ പാലം വഴി പോയിട്ട് വേണം നമ്മൾ ടുവേർഡ്സ് നാഗർകോവിൽ തിരിയാൻ. അതിൻ്റെ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. നിലവിൽ ഇവിടെ ഒരു സിംഗിൾ ലൈനേ ഉള്ളൂ. ഇത് ത്രൂ ട്രെയിൻ ആണെങ്കിലും ബൈപ്പാസ് ട്രെയിൻ ആണെങ്കിലും ഈ ഒരു സ്ട്രെച്ച് സിംഗിൾ ലൈനാണ്. ഈ പഴയ പാലത്തിന് മുകളിൽ തന്നെയാണ്.
നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയുന്നതിന് പകരം ലെഫ്റ്റിലോട്ട് തിരിയും. റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബൈപ്പാസ് ലൈനാണ്. അതിപ്പോൾ കാണിച്ചു തരാം ഞാൻ. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ബൈപ്പാസ് ലൈന്. ഈ റൈറ്റിലോട്ട് തിരിഞ്ഞ് പോകുന്നതാണ് നാഗർകോവിൽ ബൈപ്പാസ് ലൈന്. നമ്മൾ ഈ ലൈൻ വഴി കഴിഞ്ഞ 1-2 പ്രാവശ്യം നമ്മൾ ഈ ലൈനിൻ്റെ മുകളിൽ കൂടെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. ഈ ലൈൻ വഴി പോയാൽ നേരെ നാഗർകോവിൽ ടൗണിൽ പോയി കയറും. ഈ കാണുന്നതാണ് നാഗർകോവിൽ ട്രയാങ്കിള്. ഒരു സൈഡിൽ നമ്മുടെ ലൈന്, ഇപ്പുറത്ത് നാഗർകോവിൽ തിരുവനന്തപുരം ലൈനും, ഇപ്പുറത്തെ നാഗർകോവിൽ ബൈപ്പാസ് ലൈനും. നമ്മൾ അല്പസമയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നാഗർകോവിൽ തിരുവനന്തപുരം ലൈനിൻ്റെ മുകളിൽ കൂടെ ഇതേ റേക്കിൽ, ഈ കോച്ചല്ല സ്ലീപ്പർ കോച്ചിൽ നമ്മൾ തിരിച്ചു പോകും. ഇതേ റേക്ക് തന്നെയാണ് ഇനി നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറായിട്ട് പോകാൻ പോകുന്നത്. ഫുൾ റേക്ക് ഏകദേശം കാണാം. ഇവിടെ നമ്മൾ തിരിഞ്ഞ് ജസ്റ്റ് നാഗർകോവിൽ ജംഗ്ഷനിലോട്ട് കയറാൻ പോകുന്നു. നാഗർകോവിൽ ജംഗ്ഷനിൽ ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഡീഷണൽ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അതുപോലെ അവിടെ എനിക്ക് തോന്നുന്നു അഡീഷണൽ പിറ്റ് ലൈനും സ്റ്റേബിളിംഗ് ലൈനും എന്തൊക്കെയോ വരുന്നുണ്ട്. കുറേ പണി നടക്കുന്നുണ്ട് നാഗർകോവിൽ ജംഗ്ഷനിൽ. ഇതാണ് തിരുവനന്തപുരം പോകുന്ന ലൈന്. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ലൈനിൻ്റെ മുകളിൽ കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ എക്സ്ട്രീം റൈറ്റിലുള്ളത് പ്ലാറ്റ്ഫോം 1A എന്ന് തോന്നുന്നു എന്നെ വിളിക്കുന്നത്. അത് തിരുവനന്തപുരം ട്രെയിനുകൾക്ക് മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം ആ ലൈൻ നേരെ ട്രിവാൻഡ്രം ലൈനിലേക്ക് മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. വേറെ ഒരു ലൈനിലേക്കും ആ പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യുന്നില്ല. പിന്നെ അത് കൂടാതെ 3 പ്ലാറ്റ്ഫോമാണ് പിന്നെ ഇവിടെ ഉള്ളത്. അത് ഇനി ഒരു 2 പ്ലാറ്റ്ഫോം കൂടി പുതിയതായിട്ട് ഒരു പണിയുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ജസ്റ്റ് നാഗർകോവിൽ ജംഗ്ഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 3യിലേക്ക് നമ്മൾ അറൈവ് ചെയ്യുന്നത്. ഇത് മുംബൈ നാഗർകോവിൽ എക്സ്പ്രസ്സിന് ഇപ്പോൾ കുറച്ച് നേരത്തെ അറൈവ് ചെയ്ത ട്രെയിനാണ്. അതിൻ്റെ റേക്കോടെ കിടക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നേരത്തെ ആണ് ഇരിക്കുന്നത്. സമയം 7 ആയതേ ഉള്ളൂ. 7:30 ആയിരുന്നു ഇവിടുത്തെ അറൈവൽ ടൈം. 7 ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് 8:15 മറ്റേ പോകുള്ളൂ. അപ്പോൾ നമുക്കിനിപ്പോൾ പോയി ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. അപ്പോൾ സമയം 7:03. നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. 7:30 ആയിരുന്നു ഇവിടുത്തെ അറൈവൽ ടൈം. നല്ലോണം ബിഫോർ ടൈം കയറിയിട്ട് നമുക്കന്ന് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് കൊച്ചുവേളിയിലേക്ക് പോകുന്ന ടിക്കറ്റ് മേടിച്ചിട്ട് നമുക്കെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് തിരിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വരാം. ഈ ട്രെയിനിലേക്ക് നമുക്ക് തിരിച്ച് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. വെയിൽ ബാക്കിൽ നിന്നുകൊണ്ട് അത്രയ്ക്കും കൂടെ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ടിക്കറ്റ് എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ പുറത്തൊരു ബിൽഡിങ്ങിലാണ്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ടിക്കറ്റ് എടുത്തു. 20 രൂപയാണ് ടിക്കറ്റ്. ഇതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തിരുവനന്തപുരം നോർത്താണ്, തമിഴിൽ ഇപ്പോഴും കൊച്ചുവേളിയാണ്. അപ്പോൾ നമുക്കെന്നാൽ തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാം. കാര്യം 8:05 ട്രെയിന്. ഇപ്പോൾ സമയം 7:15. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോവാം. കാര്യം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. എൻ്റെ വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് നമുക്കിനി ഫ്രണ്ടിൽ ഇപ്പോൾ ലോക്കോ ഏതാ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു കോച്ചിലൊരു സീറ്റ് പിടിക്കാം. നമുക്കുള്ള അടുത്ത ലോക്കോ വാപ്പ് 1 ആണ്. ഈ റോഡിൻ്റെ ഒരു കാർന്നോറാണ്. 22053 ആണ് നമ്മുടെ ലോക്കോ. വെയിൽ കറക്റ്റ് ലോക്കോയിലേക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. 22053 ആണ് നമ്മുടെ ലോക്കോ. അത് ഈ കോച്ചിലോട്ട് കയറിയേക്കാം. 067227C. ഇതാണ് ഇവിടെ പണി നടക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോം നമ്പർ 4ഉം 5 പണി നടക്കുന്നുണ്ടെന്ന്. അപ്പുറത്തോട്ട് മാറി കാണുന്നതാണ് പിറ്റ് ലൈനും യാർഡും ഒക്കെ. കൃത്യസമയം 8:05 നമ്മൾ പുറപ്പെടുകയായി. നമ്മുടെ സ്റ്റാർട്ടർ 8:04 തന്നെ ആയിരുന്നു. 8:05 സിഗ്നൽ വീശി വണ്ടി പുറപ്പെടുകയായി.
അപ്പോൾ അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷനിൽ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ നേരത്തെ ഇതേ വണ്ടിയിലായിരുന്നു വന്നത്. ഇപ്പോൾ പുറത്തോട്ട് ജസ്റ്റ് ഇറങ്ങുന്നു. ആ കിടക്കുന്ന ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്സിന് റേക്കാണ്. അത് ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും. അതിനുള്ള സെക്കൻഡറി മെയിൻ്റനൻസ് ആണ് നടക്കുന്നത്. നമ്മളിതാ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. അവിടെ ബൈപ്പാസ് ലൈനിൽ ഗുരുവായൂർ എക്സ്പ്രസ്സാണ് കിടക്കുന്നത്. ഗുരുവായൂർ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ് ബൈപ്പാസ് ലൈനിൽ കിടക്കുന്നത്. ഇതാണ് ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്ന ലൈന്. അതായത് തിരുനെൽവേലി സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലൈന്. നമ്മളിന്ന് രാവിലെ വന്ന ലൈൻ തിരുനെൽവേലി നാഗർകോവിൽ ലൈന്. നമ്മളിന്ന് രാവിലെ വന്ന ലൈന്. അപ്പുറത്ത് ബൈപ്പാസ് ലൈൻ കാണാം. ബൈപ്പാസ് ലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗുരുവായൂർ എക്സ്പ്രസ് നിൽക്കുന്നതാണ്. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് നിൽക്കുന്നത് കാണാം. അത് എൻ്റെ അറിവിൽ കുറച്ച് നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ബിക്കോസ് അത് ആക്ച്വലി നേരത്തെ എത്തി അവിടെ. അതവിടെ എത്തിയിട്ട് അത് മറ്റേ നമ്മുടെ കോയമ്പത്തൂർ എക്സ്പ്രസ്, നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. അതിനിപ്പോൾ സിഗ്നലായി, അതിപ്പോൾ പുറപ്പെടുകയായി. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ബൈപ്പാസ് ലൈന്. ബൈപ്പാസ് ലൈൻ ഇവിടെ വെച്ചിട്ട് നാഗർകോവിൽ തിരുവനന്തപുരം, കന്യാകുമാരി തിരുവനന്തപുരം ലൈനിലേക്ക് വന്ന് ജോയിൻ ചെയ്യും. ഡബിളിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 ലൈൻ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ട്രെയിനുകളും പ്ലാറ്റ്ഫോം നമ്പർ 2 അല്ല പ്ലാറ്റ്ഫോം നമ്പർ 3 വഴിയാണ് നാഗർകോവിൽ ടൗണിൽ കടന്നു പോകുന്നത്.
പങ്ങനാവും വന്നു. അത് നിലമ്പൂർ കൊച്ചുവേളി രാജധാനി എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇനിയിപ്പോൾ ഉടനെ നമുക്ക് പോവാം. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വീരാണിയാരൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിന്ന് പഴയ പ്ലാറ്റ്ഫോം, ഇവിടെ ഡബ്ലിങ്ങിന് വേണ്ടി പഴയ പ്ലാറ്റ്ഫോമൊക്കെ പൊളിച്ചളയാണ്. ഡബ്ലിങ് ചെയ്ത പുതിയ ലൈൻ ഇപ്പുറത്തെ സൈഡിലാണ് നിന്ന് വരിക. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇരണിയൽ സ്റ്റേഷനോട് വെച്ചാണ്. ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണെന്ന് തോന്നുന്നു പുതിയ ട്രാക്ക് വരുന്നത്. ആ സൈഡിൽ കുറേ ലാൻഡ് ലെവലിങ്ങും അതുപോലെ കൺസ്ട്രക്ഷൻ മെഷീനറി ഒക്കെ കാണാനുണ്ട്. സൺഡേ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യത്തിന് തിരക്കുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിഗ്നലായി നമ്മൾ പുറപ്പെടുകയും കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം. ഇപ്പുറത്തെ ഒരു കുളമുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡ് വിട്ട് അപ്പുറത്തെ സൈഡിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കുളവും ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലമല്ല കാരണം കുളമാണ്. കാരണം വാട്ടർ ബോഡീസിനൊക്കെ എത്തുന്ന പറഞ്ഞാൽ ഒരുപാട് എൻവിറോൺമെൻറ്റൽ പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ ഇവിടെ കേവ് നികത്തുന്നുണ്ടോ എന്നൊരു സംശയം.
നമ്മളിപ്പോൾ പള്ളിയാടി സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിലും ട്രാക്കിന് വർക്ക് നടക്കുന്നില്ല. ഇതാണ് പുതിയ സ്റ്റേഷൻ. ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് പഴയ പ്ലാറ്റ്ഫോം. ഈ കാണുന്നതാണ് പഴയ പ്ലാറ്റ്ഫോം. ഈ പഴയ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാടിൻ്റെ അപ്പുറത്തായിട്ട് പുതിയ ഇനിയുള്ള പ്ലാറ്റ്ഫോമിൻ്റെ പണി നടക്കുന്ന കാണാം. ഈ കാടുകളുടെ അപ്പുറത്തായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് കാണാം. അതാണ് പുതിയ പ്ലാറ്റ്ഫോം. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രാക്കും കൂടി വരും. ആ ട്രാക്ക് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളതായിരിക്കും നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം. ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നാഗർകോവിൽ സൈഡിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ തൽക്കാലം സിംഗിൾ ലൈനായതുകൊണ്ട് രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ കുഴിത്തുറയിലോട്ട് എടുക്കുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് കുഴിത്തുറ സ്റ്റേഷനോട് എടുക്കുന്നു. ഇവിടെയും ഡബിളിങ്ങിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. കുഴിത്തുറ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ മാർത്താണ്ഡം ടൗണിന് ഈക്വലൻ്റായിട്ട് വരുന്ന സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിലെ ലാസ്റ്റ് മേജർ ടൗൺ. ഇത് കഴിഞ്ഞാൽ കുഴിത്തുറയിൽ വെസ്റ്റ് സ്റ്റേഷനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പാറശാല കേരളത്തിലേക്ക് കയറും. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് പേര് കയറാനുണ്ട്. ഇതാണ് കുഴിത്തുറ സ്റ്റേഷൻ. നമ്മളങ്ങനെ കുഴിത്തുറയിൽ നിന്ന് പുറപ്പെട്ടു. വളരെ പെട്ടെന്ന് നിർത്തിയെടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരുപാട് നേരം നിൽക്കുന്നൊന്നുമില്ല. 1 മിനിറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട്, അത്രേ ഉള്ളൂ. ഇവിടെ കാക്കൂടി പാലത്തിൻ്റെ പണി മാത്രം നടന്നല്ലോ. കാര്യം ഈ പാലം കണ്ടേ, പാലം ചെന്ന് ഇറങ്ങേണ്ട സ്ഥലത്തൊരു വീടാണ്. ഈ വീടിനെ പൊളിച്ചു മാറ്റി ലാൻഡ് അക്വയർ ചെയ്തിട്ട് വേണം പാലത്തിന് ബാക്കി പണിയാൻ. ഇവിടെയൊക്കെ വീടുകളാണ്. കാരണം ഈ വീടുകളൊക്കെ അക്വയർ ചെയ്യണം.
ഇതാണ് താമരഭരണി ആറ്. താമരഭരണി ആറിന് കുറുകെ പുതിയ പാലം പണിതിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ലാൻഡ് ലെവലിംഗ് നടന്നിട്ടുണ്ട്. കാര്യമായ പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ലാൻഡ് ലെവലിംഗ് നടക്കുന്നുണ്ടെന്നല്ലാണ്ട് ഈ റൂട്ടിൽ ഡബിളിംഗ് ഇപ്പോഴും ഭയങ്കര സ്ലോ ആയിട്ടാണ് പണി പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് കുഴിത്തുറ വെസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. ഇതാണ് തമിഴ്നാട്ടിലെ ലാസ്റ്റ് സ്റ്റേഷൻ. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ പാറശാലയാണ്. അത് കേരളത്തിലാണ്. ഇതാണ് സ്റ്റേഷൻ ഓഫീസ്. അവിടെയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഹോൾട്ട് സ്റ്റേഷനാണ്. നമുക്കന്ന് പെട്ടെന്ന് പോയി നമ്മുടെ സീറ്റ് രക്ഷിക്കാം. നമ്മൾ അൺറിസർവ്ഡ് ആണ്. നമ്മളങ്ങനെ കേരളത്തിലേക്ക് കയറാറായി. അങ്ങനെ നമ്മൾ പാറശാല സ്റ്റേഷനിലേക്ക് എത്തുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോപ്പ്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി അപ്പം അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോപ്പായ പാറശാല. പാറശാല നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുകയായി.
ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാറശാലയിലെ റെയിൽ നീർ പ്ലാന്റ്. ഇടയ്ക്ക് കുറച്ച് നേരം ലോക്കൗട്ട് ആയിരിക്കും, ഇപ്പോൾ വീണ്ടും ഫങ്ഷനിങ് ആണ്. കാരണം ടൈമിംഗ് ഒന്നും നോട്ട് ചെയ്യുന്നില്ല. ഹോൾട്ട് സ്റ്റേഷനുകളാണ്. ആ സമയം 9:31 സമയം ഇതിന് മുമ്പിലത്തെ സ്റ്റേഷനുകൾ മറന്നും പോയായിരുന്നു. ഇത് ഹോൾട്ട് സ്റ്റേഷനാണ്. റൈറ്റ് സൈഡിലാണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. ഇവിടുന്ന് കുറേ പേര് കയറാനുണ്ട്. ധനവച്ചുപുരം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അമരവളയിലേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ ഡബ്ലിങ്ങിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇതാണ് അമരവള സ്റ്റേഷൻ. ധനവച്ചുപുരത്തു നിന്നുള്ള ഡിപ്പാർച്ചർ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഡബിളിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ സൈഡിലെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം സ്റ്റേഷൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും അവർ. അവിടെ ലാൻഡ് ലെവലിംഗ് ചെയ്യുന്നുണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെ ആയിട്ട് പുതിയ പ്ലാറ്റ്ഫോം വരാൻ സാധ്യതയുണ്ട്. ഇതാണ് അമരവള സ്റ്റേഷൻ. നമ്മൾ പെട്ടെന്ന് തന്നെ വിടും, ഹോൾട്ടാണല്ലോ. ജസ്റ്റ് നിർത്തുന്നു, വിടുന്നു, അത്രേ ഉള്ളൂ. ഈ ഫുൾ റേക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നില്ല. വിടുകയായി, ഹോൺ അടിച്ചു. CBC റേക്കാണ്, ഞെട്ടലോടുകൂടിയാണ് വിടുന്നത്. നെയ്യാറ്റിൻകരയിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മളെ കാത്ത് നമ്മുടെ പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആയിട്ടുണ്ട്. ഈ റോഡിൻ്റെ 37435. അപ്പോൾ നമ്മളങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിർത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:43. സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്, സ്റ്റാർട്ടർ അഡ്വാൻസ്ഡ് ഒക്കെ പച്ചയാണ്. ഇവിടുന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും കയറാനില്ല കേട്ടോ. തിരക്ക് കുറവാണ് ഇവിടെ കമ്പാരിറ്റീവ്ലി. പച്ച ആയതുകൊണ്ട് ഇവിടെ ALP ഓൾറെഡി കൊടിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നാഗർകോവിൽ ടൗണിൽ നമ്മൾ കുറച്ച് നേരം നിന്ന് ഒഴുകി വേറെ എവിടെ നമ്മൾ പിടിച്ചിട്ടില്ല. ഇപ്പോൾ നെയ്യാറ്റിൻകര തന്നെ ഓൾറെഡി ജയന്തി ജനത നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് നമുക്ക് വേണ്ടി കാത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതല്ലാണ്ട് നമുക്ക് ഇന്ന് വേറെ ക്രോസിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് അങ്ങ് ത്രൂ അങ്ങ് പോവുക, ദൈവം സഹായിച്ച്. നെയ്യാറ്റിൻകരയിലെ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് വരും. മറ്റേ വിഴിഞ്ഞത്തേക്കുള്ള ലൈന് ഇവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുക. അതിൻ്റെ വർക്ക് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. വിഴിഞ്ഞം പോർട്ടിലേക്ക് പുതിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിലേക്കുള്ള പ്രപ്പോസ്ഡ് ലൈന്, വിഴിഞ്ഞത്തേക്കുള്ള ലൈൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വരുമ്പോൾ വിഴിഞ്ഞം ഒരു ജംഗ്ഷനായി മാറും. നെയ്യാറ്റിൻകര ഒരു ജംഗ്ഷനായി മാറും.
അപ്പോൾ ഈ സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു യാർഡിൻ്റെയും ആവശ്യം വരും. അതിന് മാത്രമുള്ള സ്ഥലം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സ്റ്റാർട്ടപ്പ് ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ സ്പീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫുൾ ട്രാക്റ്റീവ് എഫേർട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ബാലരാമപുരം സ്റ്റേഷനിലേക്ക് എത്തി. ഹോൾട്ട് സ്റ്റേഷനാണ്. ബാലരാമപുരം കഴിഞ്ഞാൽ അടുത്തത് നേമം, അതായത് ഇപ്പോഴത്തെ തിരുവനന്തപുരം സൗത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും. ഇതാണ് ബാലരാമപുരം. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. അതുപോലെ കയറാൻ ഒരുപാട് പേരില്ലായിരുന്നു. ഇറങ്ങാൻ അത്യാവശ്യം നല്ലോണം തന്നെ ആൾക്കാരുണ്ടായിരുന്നു. പുറപ്പെടുകയായി. ബാലരാമപുരം വിട്ട ഉടനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കയറ്റവും ഒരു ടണലും ഉണ്ട്. ശരിയാണ്, ഒരു കയറ്റം കയറി നേരെ ഇല്ലെന്ന് ടണലിലേക്കാണ്. അതാണ് ഈ റൂട്ടിലെ അവസാനത്തെ ടണൽ. ഇപ്പോൾ ഇവിടുത്തെ 15 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. 15 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ പതുക്കെ ഇനിയിപ്പോൾ ഉരുണ്ടാണ് പോവുക. ഈ തിരുവനന്തപുരം ഡിവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെ ഫേമസ് ആണ്. സോ നമ്മളിനി ഈ റൂട്ടിലൊരു വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ ഈ സ്പീഡ് റെസ്ട്രിക്ഷനൊക്കെ പോയി ട്രാക്ക് നല്ല മെയിൻ്റനൻസും എല്ലാം ഉണ്ടാവും. കാരണം ടണൽ നമ്പർ 1 204 മീറ്ററാണ് ലെങ്ത്ത്. അടുത്ത സ്റ്റേഷനായ തിരുവനന്തപുരം സൗത്ത് നേമം സ്റ്റേഷനിലാണ്. അവിടെ പുതിയ പിറ്റ് ലൈനുകളുടെ വർക്ക് നടക്കുന്നത് കാണാം. അവിടെയാണ് പുതിയ പിറ്റ് ലൈൻസ് വരുന്നത്. 2 പുതിയ പിറ്റ് ലൈനാണ് വരുന്നത്. നമ്മളൊക്കെ അതൊരു വാപ്പ് 7 ഹോൾഡ് ട്രെയിൻ നിൽക്കുന്നുണ്ട്. പുനലൂർ നാഗർകോവിൽ പാസഞ്ചറും
ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ആരുമില്ല കയറാനും ഇറങ്ങാനും. നമ്മളങ്ങനെ തിരുവനന്തപുരം സൗത്ത് നേമത്തുനിന്ന് പുറപ്പെട്ടു. നേമം ടു ട്രിവാൻഡ്രം ഡബിളിങ് ചെയ്യുന്നുണ്ട്. ഒരു ഡബിളിങ്ങിൻ്റെ വർക്ക് കാണാം. കാരണം നേമം പുതിയ കോച്ചിങ് ഡിപ്പോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്തേക്ക് കൂടുതൽ ട്രെയിനുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡബിളിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് കയറാൻ പോവാണ്. ഇന്ന് ഒന്നിലേക്കാണോ പോകുന്നതെന്നൊരു സംശയം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഷണ്ടിങ് ലൈനാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കിള്ളിയാറ് കടന്നു. ട്രിവാൻഡ്രം ഹോം സിഗ്നൽ നമ്മൾ പാസ് ചെയ്തു. അപ്പോൾ ഹോം സിഗ്നലിൻ്റെ ആസ്പെക്റ്റ് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഒന്നിലേക്കാണോ വിടുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ കൊച്ചുവേളിയിലേക്ക് യാത്ര തുടരുകയാണ്. കാര്യം ഞാൻ കൊച്ചുവേളിയിൽ നിന്ന് തിരിച്ചിനി നാട്ടിലോട്ട് പോർബന്ദർ എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മളിനിപ്പോൾ കൊച്ചുവേളി ചെന്നിട്ട് കൊച്ചുവേളിയിൽ നിന്ന് ഉടനെ തന്നെ പോർബന്ദർ എക്സ്പ്രസ് കിട്ടും. കൊച്ചുവേളിയിൽ നിന്ന് 11:15 പോർബന്ദർ എക്സ്പ്രസ്. നമ്മളങ്ങനെ പോർബന്ദർ എക്സ്പ്രസ്സിൽ നിന്ന് യാത്ര തുടരും. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലാറ്റ്ഫോം 1 തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, നമ്മൾ പ്ലാറ്റ്ഫോം 1ലേക്കാണ് ചെല്ലുന്നത്. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം 2-ൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 22288 EDDSൻ്റെ EDDX ആണിപ്പോൾ. വാപ്പ് 4 അടക്കുന്നുണ്ട്. ഇത് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റി എക്സ്പ്രസ് എടുക്കും.
സമയം ഇപ്പോൾ 9:15. നമ്മളിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഉടനെ വിടുന്നു കയറിയത്, കാര്യം സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേട്ടയിലെ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളിയിലാണ് പിന്നെ സ്റ്റോപ്പുള്ളത്. അപ്പോൾ തിരുവനന്തപുരം സൗത്ത്, തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം പേട്ട, തിരുവനന്തപുരം നോർത്ത് എന്നിങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ്. 10:16 പുറപ്പെടുകയും. ഇപ്പോൾ DRMൻ്റെ ഇൻസ്പെക്ഷൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാഫും ഉണ്ട്. പിന്നെ ഇൻസ്പെക്ഷനെല്ലാം പോകുന്നുണ്ടോ ആവോ. പിന്നെ വിജയവാഡയുടെ ഒരു വാപ്സാനം കിടക്കുന്നുണ്ട് 37677. പിന്നെ അപ്പുറത്തെ റോയപുരത്തിൻ്റെ ഒരു വാപ്പ് 7 ഉണ്ട് 30359. പിന്നെ ഒരു വാപ്പ് 4 ഉണ്ട്, ആരക്കോണത്തിൻ്റെ എന്ന് തോന്നുന്നു. ഇപ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ഇപ്പോഴത്തെ ഇപ്പോൾ ജസ്റ്റ് അറൈവായ വഞ്ചിനാട് എക്സ്പ്രസ് ഉണ്ട്. റോയപുരത്തിൻ്റെ ഒരു വാപ്പ് 7-ഉം ഇറ്റാർസിയുടെ ഒരു വാപ്പ് 7-ഉം പിന്നെ അപ്പുറത്തെ ചെറുപുറ വാപ്പ് 7-കളാണ്. ഇതേതത് അത് വിശാഖപട്ടണത്തിൻ്റെ വാപ്പ് 7 ആണെന്ന് തോന്നുന്നു. വിശാഖപട്ടണത്തിൻ്റെ ഒരു വാപ്പ് 7-ഉം പിന്നെ ഈറോഡിൻ്റെ ഒരു വാപ്പ് 7-ഉം. അവിടെ അകത്തായിട്ട് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയുടെ റേക്ക് കിടക്കുന്നുണ്ട്. ഇന്നലെ ശനിയാഴ്ച ഇന്നലെ ട്രിപ്പ് പോയിട്ടില്ല, ഇന്ന് പോകും ഇനി. ഇതൊക്കെയാണ് ഇപ്പുറത്തെ സൈഡിലുള്ള വിശേഷങ്ങൾ. നമ്മൾ ജസ്റ്റ് ട്രാക്ക് കടന്ന് മെയിൻ ലൈനിലോട്ട് കയറി, ഡൗൺ മെയിൻ ലൈനിലോട്ട് കയറി. ഡൗൺ അല്ല, ശരിക്കും നമ്മൾ ചെന്നൈ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അപ്പ് മെയിൻ ലൈനാണ്. ഇപ്പോൾ ജസ്റ്റ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വിട്ട് നമ്മൾ സ്പീഡ് പിടിക്കുന്നു. സ്പീഡ് പിടിക്കാനൊന്നുമില്ല, ഇപ്പോൾ പേട്ട സ്റ്റോപ്പുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ നിർത്തിയിട്ട് വളരെ പെട്ടെന്ന് നിർത്തിയിട്ട് എടുക്കുകയായി. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊച്ചുവേളി സ്റ്റേഷനോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൊച്ചുവേളിയുടെ ഷണ്ടിങ് ലൈന്. ഇതിവിടെ അല്പം മുന്നിലായിട്ടാണ് കൊച്ചുവേളി യാർഡ്.
നമ്മുടെ ലൂപ്പിലോട്ട് കയറി നമ്മൾ കൊച്ചുവേളിയിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അതായത് പഴയ സ്റ്റേഷൻ്റെ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ. ഈ കാണുന്നത് വീൽ ടേണിംഗ് ലേത്താണ്. ഇവിടെയാണ് വീൽ ടേണിംഗ് ചെയ്യുന്നത്. അതൊരു മെമു കിടക്കുന്നുണ്ട്, വീൽ ടേണിംഗ് ചെയ്യാൻ വന്നതാണ്. വീൽ ടേണിംഗ് നടക്കുന്നുണ്ടാവും. അപ്പുറത്ത് കാണുന്ന വലിയ ഷെഡാണ് കൊച്ചുവേളിയിലെ കോച്ചിങ് ഡിപ്പോ. അവിടെ യാർഡിലല്ല സ്റ്റേഷനിൽ ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെ വന്ദേ ഭാരത് ഇവിടെ എത്തിയെന്നറിയില്ല. സ്പെയർ ആയിരിക്കും മിക്കവാറും. ഇവിടെ 2 4കൾ കിടക്കുന്നുണ്ട്. ഒരെണ്ണം ഈ റോഡിൻ്റെയും മറ്റേത് അരക്കോണത്തിൻ്റെയും. ആ കിടക്കുന്ന മിക്കവാറും മലബാറിൻ്റെ റേക്കായിരിക്കണം. അല്ല, മാംഗ്ലൂർ കൊച്ചുവേളി. അപ്പോൾ സ്പെഷ്യലാണ്. മാംഗ്ലൂർ കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്കാണത്. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മുടെ ട്രെയിൻ ഇവിടെ യാത്ര അവസാനിപ്പിക്കും. ആ കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ സ്ട്രക്ചർ. ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ ആ പ്ലാറ്റ്ഫോം സ്ട്രക്ചർ പുറത്തുനിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് പുറത്തുനിന്ന് കണ്ടേക്കാം. കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ കൊച്ചുവേളി എത്തുന്നതോടുകൂടി ഈ യാത്രയോട് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ബാംഗ്ലൂർ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ സമയം 10:32 കൊച്ചുവേളി എത്തുന്നതോടുകൂടി യാത്ര അവസാനിക്കുകയാണ്. 5:15 ബാംഗ്ലൂരിൽ നിന്ന് വിട്ട് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഏകദേശം 12, 5, 17 മണിക്കൂർ എടുത്തു കൊച്ചുവേളി എത്താൻ. ഐലൻഡിനെക്കാട്ടും കൂടുതൽ സമയമെടുത്തു. പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം സൈഡിലേക്ക് വരാൻ ബാംഗ്ലൂരിൽ നിന്നുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ട്രെയിനും. ഐ ലവ് കൊച്ചുവേളി. പിന്നല്ല. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ എൻഡിലെ സ്ട്രക്ചർ. ഏതായിരുന്നു പൊങ്ങിപ്പോയത്? കണ്ടുകൂടാ. ആരോ ഒരാൾ പൊങ്ങിപ്പോയി പോട്ടെ. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡിലത്തെ ടെർമിനൽ ബിൽഡിങ്. അപ്പോൾ നമ്മുടെ യാത്ര ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരാനുള്ള ഓൾട്ടർനേറ്റീവ് ട്രെയിൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താ പറയുക, മെമ്പർഷിപ്സ്, സൂപ്പർ താങ്ക്സ് വഴി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.